ഒരു പോരാട്ടത്തിൽ ജയിച്ചതിന്റെ വാർത്തയിലേക്കാണല്ലേ നമ്മൾ ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയാണത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും ഗ്ലാമർ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന കളിയാണല്ലോ റോഷ്നി, ഇന്ത്യ പാകിസ്ഥാൻ കളി. അപ്പോൾ അതിലൊക്കെ നമ്മൾ ജയിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മാത്രമല്ല ഇന്ത്യ സെമിയിലും എത്തി അല്ലേ? യെസ്. അപ്പോ സെമിയിൽ എത്തിയിരിക്കുന്നു. 6 വിക്കറ്റിനാണ് തകർപ്പൻ ജയം. സെഞ്ചുറി നേട്ടവുമായി വിരാട് കോഹ്ലിയാണ് തിളങ്ങിയത്. വിനിത വേണു ചേരുന്നുണ്ട്. വിനിത വേണു, കായിക പ്രേമികളെ സംബന്ധിച്ച് മാത്രമല്ല രാജ്യം ഉറ്റുനോക്കിയ ഒരു മത്സരം, അതിൽ ഇന്ത്യ അടിച്ചു കയറി അല്ലേ? രാജ്യമല്ല, ലോകം ഉറ്റുനോക്കിയ മത്സരം. വെങ്കി ഒരു ക്രിക്കറ്റ് പ്രേമിയല്ലേ, ഇന്നലെ വാട്ട് എ മാച്ച് എന്ന് എന്തായാലും ഇത് മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഞാനൊരു കോഹ്ലി ഫാനാണ്. അതുകൊണ്ട് കോഹ്ലിയുടെ ഒരു സെഞ്ചുറി നേട്ടം എന്ന് പറയുന്ന വിമർശകർക്കുള്ള ഒരു മറുപടിയായി കൂടി തന്നെ കാണുകയാണല്ലേ വെങ്കി? അതെ, തീർച്ചയായും. ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. നമ്മൾ ജയിച്ചു എന്നതിനപ്പുറം കോഹ്ലി ഫോമിലേക്ക് വന്നതാണ് നമ്മളെ സംബന്ധിച്ച ഏറ്റവും വലിയ സന്തോഷം. ഇന്ത്യക്ക് ഉറപ്പായും ജയം നേടാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഏറുകയാണ്. കാരണം സെമിയിലെത്തിയല്ലോ, അതും പാകിസ്ഥാനെ തകർത്തുകൊണ്ട്. അത് ദുബായിലാണ്, അത് രാഷ്ട്രീയപരമായ കാരണങ്ങൾ ദുബായിലാണ് മത്സരമെങ്കിൽ കൂടിയും ഇന്നലെ ഒരു 42ാമത്തെ ഓവറിലൊന്നും മത്സരം ജയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ തകർപ്പൻ എന്ന് പറഞ്ഞാൽ പോലെ അതിനപ്പുറം നമ്മൾ പറയണം. 111 പന്തിൽ നിന്ന് കൃത്യം 100 റൺസ് എടുത്ത് കോഹ്ലി തന്നെയാണ് അതിൽ വിജയത്തിന് ചുക്കാൻ പിടിച്ചത്. മാത്രമല്ല ശുഭ്മാൻ ഗിൽ ഉണ്ടായിരുന്നു, ശ്രേയസ് അയ്യർ ഉണ്ടായിരുന്നു. ശ്രേയസ് അയ്യരുടെ അർദ്ധ സെഞ്ചുറി എല്ലാം കൂടി ആയപ്പോൾ ഒരു ഘട്ടത്തിലും ഇന്ത്യ പ്രതിരോധത്തിലായില്ല എന്ന് തന്നെ പറയണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കോഹ്ലിയുടെ ചില റെക്കോർഡുകൾ തന്നെയാണ്. നമ്മൾ പറഞ്ഞതുപോലെ സുപ്രധാനമായ റെക്കോർഡുകൾ. ഈ ഏറ്റവും വേഗത്തിൽ 14,000 റൺസ് നേടുന്ന താരം എന്ന റെക്കോർഡ് കോഹ്ലിയുടെ പേരിലാണ്. 287 ഇന്നിങ്സിൽ കോഹ്ലി നേട്ടം സ്വന്തമാക്കുകയാണ്. ഏകദിന ക്രിക്കറ്റിൽ 14,000 റൺസ് കടക്കുന്ന 3ാമത്തെ താരവുമായി കോഹ്ലി മാറുകയാണ്. സച്ചിനെയാണ് കോഹ്ലി മറികടന്നത്. അങ്ങനെ സച്ചിൻ്റെ ഓരോ റെക്കോർഡുകളും കോഹ്ലി മറികടക്കുമ്പോൾ അതൊരു വേറെ സന്തോഷമാണ്. സംഘക്കാരയ്ക്ക് തൊട്ട് മുന്നിലായിരുന്നു നേരത്തെ കോഹ്ലി ഉണ്ടായിരുന്നത്. മാത്രമല്ല റിക്കി പോണ്ടിങ്ങിനെയും, ഇതിഹാസ താരം റിക്കി പോണ്ടിങ്ങിനെയും, ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായ റിക്കി പോണ്ടിങ്ങിനെയും മറികടന്നിട്ടുണ്ട്. ഇത്തരത്തിൽ റെക്കോർഡുകളുടെ ഒരു നേട്ടം കൂടിയായിരുന്നു, ദിവസം കൂടിയായിരുന്നു ഇന്നലത്തേത്. രോഹിത് ശർമ്മയും വേഗത്തിൽ 9,000 റൺസ് തികയ്ക്കുന്ന ഏകദിന ഓപ്പണർ എന്ന റെക്കോർഡ് കൂടി നേടി. അങ്ങനെ വലിയ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം. ഇന്ത്യ ഒട്ടാകെ ഇപ്പോഴും അതിൻ്റെ ആഘോഷമൊക്കെ അലയടിക്കുകയാണ്. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സെമി സാധ്യതകൾ മങ്ങിയിരിക്കുന്നതാണ്. ന്യൂസിലാൻഡിനെതിരായ പരാജയം, ഇപ്പോൾ ഇന്ത്യക്കെതിരായ പരാജയം കൂടിയാകുമ്പോൾ അത് അവരുടെ പ്രതീക്ഷകളെ അങ്ങ് അസ്തമിക്കുന്നു. അതുകൊണ്ട് ഇനി സെമി പോരാട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ ആവേശം വീണ്ടും കൂടും. ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ ഉയർത്തുന്നത് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിൽ കൂടിയാണ്. തീർച്ചയായും കായിക പ്രേമികൾക്ക് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു എന്നതിൽ തർക്കമില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇത് പറയാം, ഈ സന്തോഷം പങ്കുവയ്ക്കാമെന്ന് കരുതുന്നത്. മറ്റൊന്ന് വിനിത വേണു, കൃത്യമായ ആധിപത്യം പുലർത്തിയിട്ടാണ് നമ്മൾ ബാറ്റിങ്ങിലും അതെ ബോളിങ്ങിലും അതെ എല്ലാത്തിലും അല്ലേ നമ്മൾ പാകിസ്ഥാനെ നമ്മൾ 241 തളച്ചു. മാത്രമല്ല ഈ നമ്മുടെ ബാറ്റിംഗ് സമയത്തും കറക്റ്റ് ഒരു 5 മുകളിലുള്ള റൺ റേറ്റ് ഒക്കെ നമുക്ക് പിടിച്ചു പോകാനൊക്കെ പറ്റി. അപ്പോൾ സമ്പൂർണ്ണ ആധിപത്യത്തോടെയാണ് നമ്മൾ വിജയിച്ചതല്ലേ വിനിത വേണു? അതൊരു സന്തോഷവും കൂടിയാണ്. അതെ, തീർച്ചയായും. ജസ്പ്രീത് ബുംറ ഇല്ലാത്തതിൻ്റെ ഒരു കുറവൊന്നും ഉണ്ടായില്ല. ആദ്യ ഓവറിൽ യഥാർത്ഥത്തിൽ ആദ്യ ഓവർ കാണുമ്പോൾ ഷമിയുടെ ഒരു 4-5 വൈഡൊക്കെ കാണുമ്പോൾ ഈശ്വര പണി വാളിയോ എന്നൊക്കെ നമുക്ക് തോന്നി. പക്ഷേ അങ്ങ് ഇന്ത്യൻ ബൗളർമാർ പിന്നീട് അങ്ങ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് കണ്ടത്. മധ്യ ഓവറുകളിൽ എത്തിയപ്പോഴാണ് പിന്നെയും കുറച്ചെങ്കിലും അവർക്കൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റിയതും പാകിസ്ഥാൻ ബാറ്റർമാർക്ക് കുറച്ചൊക്കെ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയതും. എങ്കിൽ പോലും ബൗളർമാരും ബാറ്റർമാരും ഒരുപോലെ തിളങ്ങി ഇന്ത്യ ഒറ്റക്കെട്ടായി ഈ വിജയം നേടിയെടുത്തു എന്ന് തന്നെ നമ്മൾ പറയണം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ എന്തായാലും ഈ മത്സരത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നാണ്. അവരുടെ സെമി സാധ്യതകളും മങ്ങുന്നു. അപ്പോൾ നമ്മുടെ പേസ് സ്പിൻ ആക്രമണങ്ങളെ എങ്ങനെ അവർ നേരിട്ടു എന്നതൊക്കെ കായിക പ്രേമികൾ കണ്ടതാണ്. തീർച്ചയായും വലിയ ആവേശകരമായ മത്സരത്തിൽ ഇന്ത്യയുടെ ഓൾറൗണ്ട് മികവ് തന്നെയാണ് വലിയ വിജയത്തിലേക്ക് എത്തിച്ചതും. ശരിയാണ് വിനിത വേണു പറഞ്ഞൊരു കാര്യം, ഈ ബാറ്റർമാരും ബൗളർമാരും ഒരുപോലെ നന്നായിട്ട് കളിക്കുക എന്ന് പറയുന്നത് ഒരു കളിയുടെ വലിയ മികവാണ്. അതാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? മൊത്തത്തിലൊരു കൂട്ടുകെട്ടിനെ ബാധിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോ ആരാധകരെ സംബന്ധിച്ചും അവരെപ്പോഴും ഒരു കളി ഉറ്റുനോക്കുന്നതൊക്കെ അങ്ങനെയാണ്. പരസ്പരം നന്നായി കളിക്കട്ടെ. മാത്രമല്ല എതിർ ടീം കൂടുതൽ ശക്തമാവുന്നതോടുകൂടി ആ കളിയുടെ ആവേശം അങ്ങ് ഉയരുകയാണ്. അതുപോലുള്ള ഒരു കളിയായിരുന്നു ഇപ്പൊ ഇന്നലെ. അപ്പോ അത് നമ്മൾ കാത്തു നിൽക്കുകയായിരുന്നു.